പ്രിയപ്പെട്ടവരെ, പോയിന്റ് ടോക്കിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം കൽപ്പറ്റയിൽ, വയനാട് ജില്ലയിലെ കൽപ്പറ്റയിൽ ഇന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ വളരെ മൃഗീയമായ രീതിയിൽ പോലീസ് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയകളിലൂടെയും മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയായിരുന്നു ആ സമരം? അതാണ് ആ സമരത്തെ ജനകീയമാക്കുന്നതും നമ്മൾ ചർച്ച ചെയ്യുന്നതും. നോക്കൂ, മാസങ്ങൾക്ക് മുമ്പ് നൂറുകണക്കിന് മൃതശരീരങ്ങൾ, അതിലേറെ മനുഷ്യരുടെ ചിതറിയ ശരീരഭാഗങ്ങൾ, 17ഓളം കുടുംബങ്ങൾ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമായി. പൂർണ്ണമായും അനാഥരായ കുട്ടികൾ, മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, തിരിച്ചറിയാൻ സാധിക്കാത്ത 50ലധികം മൃതശരീരങ്ങൾ. ഒടുവിൽ സർവമത പ്രാർത്ഥനയോടെ, ഔദ്യോഗിക ബഹുമതിയോടെ നമ്മൾ ആ സംസ്കാര ചടങ്ങുകൾ നേരിട്ടും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കണ്ടു. കണ്ണീർ പൊഴിച്ചു. ഇനിയും കണ്ടെത്താൻ എവിടെയാണെന്നറിയാത്ത നിരവധി മനുഷ്യരുണ്ട് ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ. പ്രിയപ്പെട്ടവരെ, 4 മാസം പിന്നിട്ടു. കോടാനുകോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെത്തി. മാസങ്ങൾ പിന്നിട്ടു. വിവിധ സംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, വ്യക്തികൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിരവധി വാഗ്ദാനവുമായി ചൂരൽമലയിലെത്തി. പലരും പ്രഖ്യാപനങ്ങൾ നടത്തി. 4 മാസം പിന്നിട്ടിട്ടും എന്താണ് ചൂരൽമലയിൽ ദുരന്തത്തിനിരകളായ ആളുകളുടെ അവസ്ഥ? അതിനെതിരെയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത്. സമരത്തിന്റെ മുദ്രാവാക്യവും അതായിരുന്നു. സമരം ചെയ്തവരുടെ രാഷ്ട്രീയമല്ല ഇവിടെ പ്രസക്തം. അവരുയർത്തിയ മുദ്രാവാക്യമാണ്. ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലും സർവ്വതും നഷ്ടപ്പെട്ട ഈ നാടിനെ, നമ്മുടെ സംസ്ഥാനത്തെ, ഈ രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ ആ ദുരന്തത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവർക്ക്, ദുരന്തത്തിനിരകളായവർക്ക് നീതി വേണം. എന്തിനാണ് ഈ കാലതാമസം? അതായിരുന്നു അവരുടെ ചോദ്യം. ചോദ്യം വളരെ പ്രസക്തമാണ്. കോടിക്കണക്കിന് രൂപയുണ്ട്, സംവിധാനങ്ങളുണ്ട്, പ്രഖ്യാപനങ്ങളുണ്ട്. എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ആ സാധുക്കൾ ഇന്ന് വാടക വീട്ടിലും അന്യൻ്റെ വീട്ടിലും ദിനങ്ങൾ തള്ളി നീക്കുകയാണ്. മനസ്സിൽ നിന്നും വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയ ദുരിതം ഇന്നും പേറുന്നവർ, വിഷമം ഇന്നും സഹിക്കുന്നവർ, മാനസികമായി എല്ലാം നഷ്ടപ്പെട്ട ആ കുടുംബങ്ങൾക്ക് ഭൗതികമായി വാസയോഗ്യമായ വീടുകൾ, ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനാണ്. നാം തിരഞ്ഞെടുത്ത സർക്കാരുകൾക്കാണ്. ആ ഉത്തരവാദിത്വത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നാട് കാണേണ്ടി വരുന്നത്. അതിനുള്ള കാലതാമസം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്, ഇരകൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, എന്തു മൃഗീയമായ രീതിയിലാണ് പോലീസ് ഈ സമരത്തെ നേരിട്ടത്. മൃഗങ്ങളെ തല്ലുന്നത് പോലെ തല്ലുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ. ആർക്കു വേണ്ടിയാണ് ഈ സമരം എന്നതാണ് പ്രസക്തം. എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്നതാണ് പ്രസക്തം. ഒരു പോലീസ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ, കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നടപടി ഉണ്ടാകുമ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും അതിൻ്റെതായ പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട്. സ്വാഭാവികമായും പോലീസ് സമരങ്ങളെ നേരിടും, സമരരീതിയെ കൈകാര്യം ചെയ്യും. അതൊക്കെ നമ്മൾ കേരളത്തിൽ വിവിധ സമരങ്ങളിലായി കണ്ടുവരുന്നതാണ്. പക്ഷേ ഈയൊരു സമരത്തിൻ്റെ മുദ്രാവാക്യം, ഈയൊരു സമരത്തിൻ്റെ ആവശ്യകത ആർക്കും തള്ളിപ്പറയാവുന്നതല്ല എന്നതാണ് ഈ സമരത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നതും ഇന്നത്തെ പോലീസിൻ്റെ നരനായാട്ട് മറ്റേത് സമരങ്ങളെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതും. തങ്ങളുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കിയതിനോ ജയിലിലടച്ചതിനോ അല്ല ഈ പ്രതിഷേധം. മറിച്ച് എല്ലാം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ഒന്നന്തി ഉറങ്ങാനുള്ള ഇടമൊരുക്കുന്നതിനാണ്, അതിനുള്ള സാഹചര്യം ഒരുക്കുന്നതിനാണ്. പ്രിയ പ്രേക്ഷകരെ, ഇത്തരം ഇരകൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നമ്മുടെ നാട്ടിലെവിടെ നിന്നുയർന്നാലും ആ സമരങ്ങളുടെ കൂടെ വാർത്ത ചെയ്യുന്നതിന് വേണ്ടിയും, അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗങ്ങൾ എവിടെയുണ്ടോ അവരുടെ നീതിക്ക് വേണ്ടിയും പോയിന്റ് ടോക്ക് നിരന്തരമായി സാമൂഹിക മാധ്യമത്തിലൂടെ പ്രതിഷേധമറിയിക്കും. തുടർന്നുള്ള കാലങ്ങളിൽ നിങ്ങളുടെ പൂർണ്ണ പിന്തുണയും സഹകരണവും ഞങ്ങളുടെ ഈ ചാനലിനു ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ തൽക്കാലം നിർത്തുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നമസ്കാരം.